ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീനും മാങ്ങയും തേങ്ങ അടിച്ച് നമ്മൾ കറി ഉണ്ടാക്കില്ല. അപ്പോൾ അതേപോലത്തെ ഒരു കറിയാണ്. പക്ഷേ ഈ കറിയിൽ മീനില്ല. അപ്പോൾ മീനില്ലാത്ത തേങ്ങ അടിച്ച മീനും മാങ്ങയും കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു ചട്ടി ചൂടാക്കിയിട്ട് ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു തരണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് 6 7 എണ്ണം, കുറച്ച് കറിവേപ്പില, 2 3 പച്ചമുളക്, അതെല്ലാം കൂടി ഇട്ട് നമ്മൾ മീൻ കറിക്ക് വഴറ്റുന്ന പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് അതിട്ട് ഒന്ന് മൂപ്പിക്കണം. അപ്പോൾ നമ്മുടെ മീൻ കറിയിൽ ഉപയോഗിക്കുന്ന സാങ്കല്പിക മീൻ എന്ന് പറയുന്നത് പച്ച ഏത്തക്കായാണ്. പച്ച ഏത്തക്ക നമ്മൾ കാളനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞ് ഞാൻ മഞ്ഞൾ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഞാൻ അത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ്, 200 ഗ്രാം, ഒരു വലിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ മാങ്ങയും കഴുകിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ്. ആ തേങ്ങ അരച്ച് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം. അത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇളക്കിയിട്ട് കൊടുത്ത ശേഷം പിന്നീട് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മീനില്ലാത്തൊരു മീൻകറി, നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു മീൻകറി സ്റ്റൈലുള്ള മീൻകറി നേരത്തെ അപ്ലോഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ മീനില്ലാത്ത മീൻ പീരയുടെ എല്ലാം റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കായൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്കിതിലേക്ക് കുറച്ചും കൂടി കടുകൊന്ന് പൊട്ടിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ പൊട്ടിക്കണം. കുറച്ച് ചുവന്നുള്ളി, 3 4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ആ കറിയിലേക്ക് ഒഴിക്കാം. നല്ല പുളിയുള്ള മാങ്ങ വേണം. അപ്പോൾ അങ്ങനെ മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട്.
കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.